നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. പിറ്റേ ദിവസം രാവിലെ ഒത്തിരി വൈകിപ്പോയി. നീലാംബരിയും കാവ്യ എഴുന്നേൽക്കാൻ പുറത്ത് ഒച്ചപ്പാടും ബാളവും കേട്ടാണ് ഇരുവരും ഉണർന്നു. നീലമുടിയും വാരി ചുറ്റിക്കെട്ടി റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഇടനാഴിയിലൂടെ നടന്നൊരു കോട്ടുവായും വിട്ട് കിളിവാതിലിന് പുറത്തേക്കൊന്ന് നോക്കി. പടിപ്പുരക്ക് പുറത്ത് ഒരു ട്രാവലർ വന്ന് കിടക്കുന്നു. അതിൽ നിന്നും കുറച്ചു പേർ വലിയ ലൈറ്റുകളും ട്രൈപോഡ്സും ഒക്കെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഫോട്ടോഷൂട്ട് തുടങ്ങിയാണെന്ന് മനസ്സിലായതും അവൾ തിരികെ മുറിയിലേക്ക് ഓടി കാവ്യ വലിച്ച് താഴെയിട്ടു. കാവ്യ കാവ്യ ഷൂട്ട് തുടങ്ങി. നിലത്ത് വീണ കാവ്യ ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റു. പിന്നെ ആകെ ഒരു വെപ്രാളമായിരുന്നു കാവ്യക്ക്. നിലക്കും കുളിക്കാനും നിന്നില്ല. താഴേക്കോടി പല്ലുതേപ്പും കഴിപ്പും ഒക്കെ കഴിഞ്ഞ് ഇരുവരും റൂമിലേക്ക് തിരികെ വന്നു. ധാവണിക്ക് പകരം ഓഫീസിൽ ഉപയോഗിക്കാറുള്ള ഒരു ടോപ്പും സ്കേർട്ടുമാണ് നില ധരിച്ചത്. നില, നിന്റെ വീടാണെങ്കിൽ നമ്മൾ സ്റ്റാഫുകളല്ലേ, അപ്പൊ ഡ്രസ് കോഡ് കാണില്ലേ? എന്റെ പൊന്ന് കാവ്യ, നീ ആയിട്ട് ഡ്രസ് കോഡ് ചോദിച്ചു വാങ്ങരുത്. അന്നാ ടീഷർട്ടും പാൻറ്റും പണി വാങ്ങിക്കൂട്ടിയത് എനിക്കറിയും. ഇടി, മഴ, സ്വിമ്മിംഗ് പൂള്, ആഹാ അന്തസ്. ഏതോ ഓർമ്മയിലെന്ന പോലെ നില മുകളിലേക്ക് നോക്കി പറഞ്ഞു. ഓ, അന്ന് നിന്റെ ഉണ്ണിയേട്ടനല്ലേ നിന്നെ രക്ഷിച്ച്? ട്രോഫി വല്ലതും കിട്ടിയായിരുന്നോ? കാവ്യ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ആ, ട്രോഫിയൊക്കെ കണ്ടാന്ന് പോലെ ഞാൻ വാരിക്കൂട്ടുന്ന. കണ്ട ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡാ. പക്ഷെ വായിന്ന് വീഴുന്ന കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അത് നീ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയല്ലേ, കാണാൻ എന്ത് ഭംഗിയാ. പക്ഷെ വായ തുറന്നാ പക്കാ ലോക്കല്. ഓ സോറി, നിങ്ങൾ കുടുംബക്കാരല്ലേ? കാവ്യ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അവൾ നിലയെ നോക്കിയത്. ഓടിച്ചെന്ന് അവളെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു കാവ്യ. സോറി ഡി, ഞാനൊന്നും ഉദ്ദേശിച്ചല്ല. സൂക്ഷിക്കണേ കാവ്യ, ആരും ഇപ്പൊ ഒന്നും അറിയരുത്. എന്റെ ഉണ്ണിയേട്ടൻ എനിക്ക് നഷ്ടാവും. അവർക്ക് ഈ തറവാടിലെത്തിപ്പെട്ടതൊരു നിമിത്ത കാവ്യ. അതൊരു തുടക്ക. എനിക്ക് വേണ്ടി മാത്രമല്ല, നാത്തുമേനോന് വേണ്ടി കൂടിയാ. അതിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരം ഇനി അധികമല്ല. അതോടെ നീലാംബരിയുടെ കഥ അവിടെ കഴിയും. സന്തോഷത്തോടെ നിന്ന നീലാംബരിയുടെ മുഖത്ത് പെട്ടെന്ന് ദുഃഖം തളം കെട്ടി. നീ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കാന്നില്ല. ഞാൻ പറയുന്നുണ്ടോന്ന് തോന്നരുത്. മരിച്ചവര് മരിച്ചു. നീ എൻ്റെ കാര്യം ഓർത്ത് നോക്കി. ഞാൻ ജനിച്ച പിന്നെ അമ്മയെ ഉപേക്ഷിച്ച് പോയത് എൻ്റെ അച്ഛൻ. ഞാൻ എത്ര അന്വേഷിച്ച് നടക്കുന്നു, കിട്ടിയോ? ഇല്ല. ഒരു കണക്കിന് നമ്മൾക്ക് കിട്ടിയ സ്വപ്നതുല്യായ ഒരു ജീവിതം. നമ്മൾ രണ്ടും ഇത്രയും കാലം കഷ്ടപ്പെട്ടിരുന്ന ദൈവം തന്നൊരു ജീവിതം. പോയവര് പോട്ടടി. നീ നിന്റെ ഉണ്ണിയേട്ടൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുന്നില്ല. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. കാവ്യ പറയുമ്പോൾ നില ദീർഘമായി നിശ്വസിച്ചു. ശരിയാ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം, അവളും മനസ്സിൽ പറഞ്ഞു. ഇരുവരും വേഗം തന്നെ റെഡിയായി താഴേക്ക് എത്തിയതും കൽപ്പനയും മായും ലാവണിയെ നീലാംബരിയെ കണ്ണുകൾ കൊണ്ടൊന്നൊഴിഞ്ഞു. ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ്, ഓറഞ്ച് കളർ ഫുൾ ലെങ്ത് സ്കേർട്ടാണ് നിലയുടെ വേഷം. കാവ്യ ഒരു സ്ലീവ്ലെസ് ലോങ് ടോപ്പും ജീൻസുമാണ് ധരിച്ചിരിക്കുന്നത്. ഇരുവരും ആരെയും മൈൻഡ് ചെയ്തില്ല. ഇനിയിപ്പോ എന്ത് കാണാൻ, അല്ലെങ്കിൽ തന്നെ എന്ത് പറയാൻ. കുട്ടിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. രണ്ടുപേരും ചാരുപടിയിൽ ഫോണും കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞത് ഓരോരുത്തരായി ചാരുപടിയിൽ ഇരിപ്പുറപ്പിച്ച് തുടങ്ങി. ലാവണിയുമായി അവരുടെ ഫോണും കയ്യിൽ പിടിച്ച് ഇരിപ്പുറപ്പിച്ചു. അത്യാവശ്യം നല്ല പുട്ടി മുഖത്തുവാരി പൂശിയിട്ടുണ്ട്. ആരെയോ കാത്തിരിക്കുന്ന പോലെ. ലാവണിയാണെങ്കിൽ സിന്ദൂരം പോലും തൊട്ടിട്ടില്ല. ഒന്ന് കെട്ടിയ വിവരം ആരും അറിയരുത്, അതാണ് ഉദ്ദേശം. മായക്ക് നീലാംബരിയോടും കാവ്യയോടൊന്നും മിണ്ടണമെന്നൊക്കെയുണ്ട്. എങ്ങനെയും നാദ പാരൽസിയുടെ ജോലി ഒപ്പിച്ചെടുക്കണം. കുറച്ചപ്പുറം നീലാംബരിയെ തന്നെ ഉറ്റുനോക്കി മുകുന്ദനെ ഇരിപ്പുറപ്പിച്ചു. ശശിധരൻ വെടികൊണ്ട പന്നിയെ പോലെ വെറി പിടിച്ച് ഓടുകയാണ്. ജാന ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുക എന്നതാണ് ഉദ്ദേശം. പറ്റിയാലും എല്ലാ കാര്യത്തിലും കാരണവർ ചമഞ്ഞ കൂടെ കൂടണം. ദത്തൻ ട്രാവലിന്റെ അടുത്ത് പോയി വായി നോക്കി നിന്നു. ഇരുന്നുമടുത്ത് മുകുന്ദന് കൂടെ പോയി. മുഖത്ത് പുച്ഛഭാവമാണ്. ഫോട്ടോഷൂട്ട് ഞാനിതൊക്കെ എത്ര കണ്ടതാ എന്ന പോലെ. ഉമ്മർത്തിരിക്കുന്ന എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഭാരത് ബെൻസിന്റെ 2 ആഡംബര ക്യാരവാനുകൾ നിരനിരയായി വന്നു നിന്നു. പടിപ്പുരയ്ക്ക് പുറത്തുള്ള പുരയിടത്തിലേക്ക് അവ നിരയായി പാർക്ക് ചെയ്തു. പുറകെ വന്ന് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡർ ഓക്ട കാറായിരുന്നു. ആ കാറ് കണ്ടപ്പോഴേ പഴയൊരു സീന് തറവാട്ടിലുള്ളവരുടെ മനസ്സിലൂടെ കടന്നുപോയി. നീലാംബരി കാവ്യയുടെ കയ്യിൽ നിന്ന് അമർത്തിപ്പിച്ച് വേദന കൊണ്ട് കാവ്യ പതിയൊന്ന് അലറി. സോറി ഡി, എനിക്ക് രോമാഞ്ചം വന്നതാ. എടി, നീ രോമാഞ്ച കഞ്ച കുഞ്ചിതയായെങ്കിൽ അതിന് ഞാൻ കാറ് വന്നതിനോട് പോയി കാണിക്ക്, എന്നോടല്ല. നീലാംബരി പിച്ച് കൈയൊന്നൊഴിഞ്ഞുകൊണ്ട് കാവ്യ പറഞ്ഞു. ആ, ഞാൻ കാണിക്കും. എനിക്കൊരു ഉളുപ്പില്ല. പാവം, മിനിഞ്ഞാന്ന് ഞാൻ ഓരോന്നോർത്ത് പാവത്തിന് ഒത്തിരി അവോയ്ഡ് ചെയ്തു, പേടിച്ചിട്ടാ. ആ, ഇന്ന് കാല് പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും സെറ്റ് ആക്കണം. കാരവാനിൽ നിന്ന് ആരൊക്കെ ഇറങ്ങുന്നു നോക്കി എല്ലാവരും കണ്ണു നട്ടിരുന്നു. പെട്ടെന്നാണ് ആ സുന്ദര രൂപ അവിടെ കാല് കുത്തിയത്. ആക്ട്രസ് ചൈതന്യ. ഓർമ്മയുണ്ടോ ഈ മുഖം? തേടിയ തള്ള, ദൈവമേ. കാവ്യ വാ വലിച്ചു തുറന്നു. ലാവണിയുമായും ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടാൻ തുടങ്ങി. നോക്കടി, സിനിമ നടി ചൈതന്യ. സെൽഫി എടുക്കാം, ഫോട്ടോ എടുക്കടി, വീഡിയോ എടുക്കടി. ലാവണ്യേ. ഓ, എരി വലിച്ചുകൊണ്ട് മായ കിടന്ന് ചാടി. അല്പവസ്ത്രം മാത്രം ധരിച്ച ചൈതന്യക്ക് പുറകെ ഇറങ്ങിയത് ആവണിയായിരുന്നു. അതും തുണി ഉടുത്തിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അപ്പോഴേക്ക് ആദ്യം വന്ന ട്രാവലിൽ നിന്നും കീർത്തനയും ഡാലിയും അമരയും പിന്നെ കുറെ പേര് ഇറങ്ങിയിരുന്നു.
ഇതിന്റെ ഒരു കുറവ് കൂടി തറവാട്ടിലുണ്ടായിരുന്നു. എന്റെ കൈയും കാലും തളരുന്നു കാവ്യേ. ശത്രുക്കളെ മൊത്തം ഞാൻ പൊങ്കാറിയിട്ട് വിളിച്ചു വരുത്തിയ പോലെ ഉണ്ടല്ലോ. ഇന്നിവിടെ ചിലത് നടക്കും. മുകുന്ദനും ദത്തനും കണ്ണുകൾ തുടങ്ങി. എങ്ങോട്ട് നോക്കണം, ഏതിന് നോക്കണമെന്നറിയാൻ കഴിയാത്ത അവസ്ഥ. സ്റ്റാഫുകളെല്ലാവരും ഒരേ ഡ്രസ് കോഡിലാണ്. മാൻഷനിൽ വെച്ച് ഷൂട്ട് നടന്നപ്പോൾ ധരിച്ച വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ഷൂവും. കീർത്തനയെ കണ്ടതും കാവ്യയും നിലയും പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അമല ജാട വാരി വിതറി നിന്നു. നിങ്ങൾ നേരത്തെ എത്തിയോ? ഓ, ഞാൻ മറന്നു. നീലാംബരി ട്രിവാൻഡ്രാണല്ലോ താമസമല്ലേ? ഡാലിയ പറയുമ്പോൾ നിലയും കാവ്യയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. ഡാലിയ, ഇത് നിലയുടെ... കാവ്യ പറഞ്ഞു തുടങ്ങിയ കീർത്തന കേൾക്കാൻ കൂട്ടാക്കിയില്ല. മതി വാചകടിച്ച്, ഇതേതോ പഴയ കൊട്ടാരാ. നിന്റെയൊക്കെ നല്ല ഗുണം ഇവിടെ കാണിച്ച് വെറുതെ ജാൻസാനെ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്റെയൊക്കെ യൂണിഫോം ആയിട്ട് അതിന് ഞാൻ പ്രത്യേകം പറയണോ? കീർത്തന നീലാംബരിക്കും കാവ്യക്കും ക്ലാസ് എടുത്തു. പെട്ടെന്നാണ് ലാൻഡ് റോവർ ഡ്രൈവർ സീറ്റ് ഡോർ തുറന്ന് ജാനും കോ ഡ്രൈവർ സീറ്റ് ഡോർ തുറന്ന് കിരണും പുറകിൽ നിന്ന് ലൂക്കയും പുറത്തേക്ക് ഇറങ്ങിയത്. നീലാംബരി ജാനെ തന്നെ ഉറ്റുനോക്കി അങ്ങനെ നിന്നു. ഒരു മെറൂൺ കളർ ടീഷർട്ടും ഗ്രേ കളർ പാന്റും വൈറ്റ് ഷൂവുമായിരുന്നു ജാന്റെ വേഷം. ടീഷർട്ടിന്റെ ഷോർട്ട് സ്ലീവ് അവന്റെ ബൈസപ്സ് മസിലിൽ മുറുകിയിരുന്നു. സൺഗ്ലാസ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് നോട്ടം പായുന്നയുടെ ആർക്കും മനസ്സിലായില്ലെന്ന് വേണം പറയാൻ. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ധൃതിയിൽ നടന്നു വരുന്നവനെ ആനയിക്കാൻ ശശിധരൻ ഓടിച്ചെന്നു. അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിൽ തന്നെയായിരുന്നു. ജാൻ നടന്നു വന്ന് കാവിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഫോണിൽ ആരോടോ അത്ര കാര്യമായി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ വലത് കൈയുയർത്തി എന്തോ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് താടിയൊക്കെ തടവി വാച്ചിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അവന്റെ പുറകെ മണപ്പിച്ചുകൊണ്ട് ശശിധരനുമുണ്ട്. ഇടയ്ക്ക് എന്തോ പറഞ്ഞൊന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് അരളിച്ചെടിയിൽ നിന്ന് എന്തോ പറിച്ചെടുത്തു ജാൻ. ദൈവമേ, ഇങ്ങേരാ തിന്നോ? അരളിക്കായ ഔക്കാടയാണെന്ന് വിചാരിച്ച് തിന്നാനുള്ള പുറപ്പാടാണോ? അത് വിഷം. നീലാംബരി തലയിൽ കൈവച്ചുകൊണ്ട് ആരോടുന്നില്ലാതെ പറഞ്ഞു. പക്ഷേ ശശിധരൻ ജാന്റെ കയ്യിൽ നിന്ന് അരളിക്കായ വാങ്ങി ദൂരെ എറിഞ്ഞുകൊണ്ട് സംസാരിച്ചോളം ആംഗ്യം കാണിച്ചു. ജാന് ദേഷ്യം വന്നു. അവൻ ശശിധരനെ തുറച്ചു നോക്കി അവിടെ നിന്ന് തിരികെ നടന്നു. ശശിധരന് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയായതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കാതെ കൂടെ നടന്നു. ആവണി ഒരു മിനിമിടിയാണ് വേഷം. വന്നപ്പോൾ മുതൽ തറവാട് നോക്കി കണ്ണും തള്ളി നിൽപ്പാണ്. ചൈതന്യാണെങ്കിൽ സ്ഥലമൊന്നും അത്ര പിടിക്കാത്തപ്പോൾ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് നിന്നു. ഒരു കുടയുമായി പുറകിലൊരു പയ്യനുമുണ്ട്. കിരൺ മെയിൽ സ്റ്റാഫുകൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയാണ്. കോൾ കട്ട് ചെയ്ത ശേഷം ജാൻ നീലാംബരി നിൽക്കുന്ന ഭാഗത്തേക്കൊന്ന് നോക്കി. അവളെയൊന്നും മൈൻഡ് കൂടി ചെയ്യാതെ ആവണിയെ കൈയുയർത്തി വിളിച്ചു. അവൻ ആവണിക്ക് ഇനി ചത്താലും വേണ്ടില്ലെന്നായി. ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ഒരു നിൽപ്പ് നിന്നു ആവണി. ആ ജാൻ, എന്താ? ആവണി ചോദിച്ചു. അവളോടൊന്നും പറയാതെ തന്നെ അവിടെ കയ്യിലിരുന്ന ഫയൽ വാങ്ങി മറിച്ചു നോക്കിയവൻ. വെറും ഷോ. ആവണിയോട് ഒട്ടിയുള്ള അവന്റെ ആ നിൽപ്പ് നിലക്കത്ര പിടിച്ചില്ല. ഇത് ജാൻ നിനക്കിട്ട് പണിയുന്ന അന്ന് നീ മൈൻഡ് ചെയ്യാത്തതിന്റെ പ്രതികാരം. നീ ക്ഷീണിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് മോളെ നീലാംബരി. കാവ്യ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. എന്നാലേ ഈ നീലാംബരി ആരാന്ന് അങ്ങനെ അറിയാൻ പോകുന്നേ ഉള്ളൂ. കൊല്ലും ഞാൻ. അറിയാലോ, പുറത്തൊന്നും കൊട്ടേഷൻ എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ കൊളപ്പടവിൽ കൊണ്ട് തള്ളിയിടുഞ്ഞ പിന്നെ എല്ലാം എന്റെ ചാരു നോയിക്കോളൂ. ചാരുവോ? അതാരാ? നീലാംബരിയുടെ പറച്ചിൽ കേട്ട് കാവ്യ പൊത്തിപ്പിടിച്ച വായ വലിച്ചുറന്നു. ചാരുമതി തറവാടിലെ ബാലിക്കാരിയായിരുന്നു. ഞാൻ എപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അകത്തുള്ള കുളത്തിലാ പണ്ട് ആരോണ്ട് അവളെ കൊന്ന് തള്ളിയത്. ദൈവമേ, അപ്പൊ താമരപ്പൂ? കാവ്യ കണ്ണു മിഴിച്ചുകൊണ്ട് പറയുമ്പോൾ നീല അവളെ കണ്ണു ചുരുക്കിയെന്ന് നോക്കി. താമരപ്പൂവോ? ഏയ് ഒന്നുമില്ല, ചാരുവിനെ ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടതാ. വല്ലാത്ത പെടലായി പോയി. പ്രേതം തനിക്ക് താമരപ്പൂ പറിച്ചെന്നോർത്ത് കാവ്യ ആത്മകഥം പറഞ്ഞു. എന്റെ സാറ് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് കയറി വന്നേ. കണ്ടോ, മഴ ഇപ്പൊ പെയ്യും. ഈ വെളുത്ത ഷൂ ഒക്കെ ആകെ ചളിയാവും. കഴിഞ്ഞ ദിവസം സാറ് ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലാതെ പോയി. ഇവിടെ ഉള്ളവരൊക്കെ കണക്കാ. സാറിനെ പോലെ വലിയ വീട്ടിലുള്ളവരൊന്നും ഇങ്ങനെ ഇവിടേക്ക് വരാറില്ലേ? അതിന്റെ അന്താളിപ്പിൽ അവറ്റകൾ മിഞ്ഞാന്ന് ചുമ്മാ നോക്കിയെന്ന്. സാറ് ക്ഷമിച്ചേക്ക്. ശശിധരൻ ഇതൊക്കെ പറയുമ്പോഴും ജാൻ ഫയലിൽ നിന്നും മുഖമുയർത്തി നോക്കിയത് കൂടിയില്ല. നീലാംബരി! അടുത്തടവ് നടക്കെ ശശിധരൻ നിലയെ ഉറക്കെ വിളിച്ചു. ആ വിളിയിൽ നില അങ്ങോട്ടേക്ക് പതിയെ നടന്നു കാണെ കീർത്തനയും ഡാലിയയും അമലയും ഒക്കെ വായും തുറന്ന് നിന്നുപോയി. ഞെട്ടണ്ട, ഈ വലിയ തറവാടിന്റെ ഉടമയാ നടന്നു പോകുന്നത് നീലാംബരി നാഥ്. ഈശ്വര, നീലാംബരി നാഥ് മേനോനെന്ന് പറയാൻ നിന്ന നാവിനെ കാവ്യെടുത്ത് അകത്തിയിട്ട് പൂട്ടി. നീലാംബരിക്കുള്ള അപ്പവും വീഞ്ഞും മിക്കവാറും ഞാൻ തന്നെ വിളമ്പും. സ്വയം ചിന്തിച്ചുകൊണ്ട് നോക്കുമ്പോൾ കണ്ടു നിലപോയ വഴിയെ നോക്കി 3 ജോഡി കണ്ണുകൾ പകച്ച യൗവനവുമായി വായും തുറന്ന് നിൽക്കുന്നു. നീലാംബരി ശശിധരന്റെ അടുത്ത് പോയി നിന്ന് ജാനയെ നോക്കി. അപ്പോഴും വല്ലാത്ത ഗൗരവത്തിലാണ്. നീ കൊച്ചേ, സാറിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ വേണം നോക്കിയും കണ്ടങ്ങ് ചെയ്തു കൊടുക്കാൻ. സാറ് നമ്മുടെ അതിഥിയാ. ഞാൻ ഇന്നലെ പറഞ്ഞ മറക്കണ്ട. ഞാൻ പോയി എല്ലാവർക്കും കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ശശിധരൻ ബാധ കൂടിയ പോലെ അടുക്കള ലക്ഷ്യമാക്കി ഓടി. ആവണിയുടെ കയ്യിൽ ഫയൽ കൊടുത്ത ശേഷം ഇരു പോക്കറ്റിലും കൈയിട്ട് ജാൻ വാന നിരീക്ഷണം നടത്തിക്കൊണ്ട് അല്പം മാറി നിന്നു. നില നാണം കെട്ട് പുറകെ പോയി. ഉണ്ണിയേട്ടാ? അവൾ പതിയെ വിളിച്ചു നോക്കി. എവിടെ?
കയ്യിൽ കിട്ടിയ സ്മാർട്ട് വാച്ചിലേക്ക് നോക്കിയ ശേഷം വീണ്ടും ഫോൺ കയ്യിലെടുത്ത് ചെക്കൻ. നോക്കുന്നില്ലല്ലോ, അതെങ്ങനെയാ സദാസമയം കുപ്പി ഗ്ലാസ് കണ്ണി ഫിറ്റ് ചെയ്തുകൊണ്ട് നടക്കുമല്ലേ? നില പിറുവിറുത്തു. അവൾ പതിയെ അവരോട് കൂടുതൽ അടുത്ത് ചേർന്ന് നിന്നു. ഉണ്ണിയേട്ടാ സോറി, സത്യം അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ. ആവണി. നിലയെ പാട് അവഗണിച്ചുകൊണ്ട് അവൻ അവിടെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങുന്നുണ്ട് ആവണിയെ വിളിക്കുമ്പോൾ വിശ്വസിക്കാനാവാതെ ആവണി ജാനിയെ നോക്കി. രണ്ടും കൂടി അടിച്ച് പിരിഞ്ചു, അപ്പൊ എന്റെ പഞ്ചാരി എണ്ണയും കുറെ പോവും എന്ന മട്ടിൽ ആർത്തിയോടെ ഓടിച്ചെന്നു ആവണി. ആവണി വന്നു ജാൻ എന്തു പറയണമെന്നറിയാതെ ആവണിയെ നോക്കി നിന്നുപോയി. ആ കാഴ്ചയാണ് നീലാംബരിയുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു വന്നു. അവൾക്ക് ദേഷ്യം ഉച്ചയിൽ ഇരച്ചു കയറി. എന്താ ജാൻ, തലവേദനിക്കുന്നുണ്ടോ? കോഫി വേണോ? ഞാൻ ഉണ്ടാക്കി തരട്ടെ? ആവണിയാണെങ്കിൽ ഒടുക്കത്തെ കെയറിങ്. ആക്ച്വലി ഒരു മെയിലിന് റിപ്ലൈ കൊടുക്കാറുണ്ട്, ഞാൻ ആവണിക്കത് ഫോർവേഡ് ചെയ്തേക്കാം. ആൻഡ് പ്രേമെത്തിയോ? നീലാംബരി നോക്കി കാണുകയായിരുന്നു ജാനും ആവണിയും തമ്മിലുള്ള സംസാര രീതികൾ. ജാനെ കണ്ണെടുക്കാതെ നോക്കിയാണ് ആവണി. സ്വന്തം ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ഓരോന്ന് പറയുമ്പോഴും ആവണി അത്രമേൽ അവനോട് ചേർന്ന് നിന്നിരുന്നു. കാര്യം ഷൂട്ട് റിലേറ്റഡ് കാര്യമാണ്. ഇരുവരും സീരിയസ് ആയി സംസാരിക്കുന്നെങ്കിലും കുനിഞ്ഞെന്ന് ഫോണിൽ നോക്കുന്ന ജാന്റെ നെറ്റിൽ വീണ് കിടക്കുന്ന തിങ്ങി ഞെരുങ്ങി അവന്റെ മുടി എപ്പോഴോ ആവണിയുടെ തലയിൽ തൊടുന്ന പോലെ അവൾക്ക് തോന്നിയ നിമിഷം ഇരുവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി വേഗത്തിൽ നടന്നുപോയി നില. ചൈതന്യ പല്ലുകടിച്ചുകൊണ്ട് പറയുമ്പോഴും സോയ അവർ തന്റെ മുഖത്തേക്ക് കൈവിരൽ കൊണ്ടും തൊട്ടു. അന്ന് ഫ്ളാറ്റിൽ വെച്ചുണ്ടായ വീഴ്ചയിൽ മുഖത്ത് പറ്റിയ മുറിവിന്റെ അവശേഷിച്ച പാടുകൾ കാരണം തനിക്ക് നഷ്ടമായി പോയ കോടികളുടെ പ്രൊജക്റ്റുകൾ, അതിനുശേഷം ട്രീറ്റ്മെന്റ് ചെയ്ത് മുഖം പഴയ പോലെ ആക്കാൻ താൻ ചെലവാക്കിയ തുക, തന്റെ നഷ്ടമായ സമയം, അതിനെക്കുറിച്ചൊക്കെ ഓർക്കെ ചൈതന്യയുടെ കണ്ണുകളിൽ നീലാംബരിയോട് പകയെരിഞ്ഞു. അതുതന്നെയായിരുന്നു ആവണിക്കും വേണ്ടിയിരുന്നത്. കാവ്യയോട് ചേർന്നും ദേഷ്യത്തോടെ വലതയിലെ തള്ളവിരൽ നഖം കടിച്ചു പൊട്ടിക്കുന്നവളെ ജാനും നോക്കി. പ്രതികരിക്കാൻ പഠിപ്പിക്കുന്നില്ല ഞാൻ. ഈ ജാന്റെ ജീവിതത്തിലേക്ക് നീ കടക്കും മുമ്പ് നിന്നെ ഞാനത് പഠിപ്പിച്ചിരിക്കും. അവൻ മനസ്സിലായി ഓർത്തുകൊണ്ട് ചെറുചിരിയോടെ കിരണിന്റെ അടുത്തേക്ക് നടന്നു. തറവാണിനുള്ളിലേക്ക് കടന്നു ജാന്റെ ശരീരത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഒരു ഫീലുണ്ടായി. കഴിഞ്ഞ ദിവസം ഭദ്രയെ കോരിയെടുത്ത് അകത്തേക്ക് പോകുമ്പോഴും താഴെയുള്ള ഒരു മുറിയിലെ കട്ടിലായി കിടത്തുമ്പോഴും അവൻ ശരിക്കൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. മുകളിലേക്കുള്ള ഗോവണി കയറാൻ നേരം അസംബ്ലിക്ക് പോകുന്ന പോലെ കൽപ്പനയും മായയും ലാവണിയും ശശിധരനും വരിവരിയായി ഗോവണി കയറാൻ ഒരുങ്ങവേ ജാൻ കൈ ഉയർത്തി അവരെ തടഞ്ഞു. ഈ സമയം ഭദ്ര സ്വന്തം മുറിയിൽ കട്ടിൽ ചാരിയിരുന്ന ചിന്തയിലായിരുന്നു. തറവാടിൽ സംഭവിക്കുന്ന അസ്വാഭാവികമായ കാര്യങ്ങൾ ജാന്റെയും നീലാംബരിയുടെയും ജീവിതത്തെ ബാധിക്കുമോ എന്നവർ ഭയപ്പെട്ടു. നാദുമേനോനെ തേടിയെത്തുന്നവർ തന്റെ മകളെ തറവാട്ടിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുമെന്ന് കരുതിയിരുന്ന തന്റെ പ്രതീക്ഷകളെ മറികടന്നുകൊണ്ട് അവർ വന്ന് നീലാംബരിയെ തേടിയാണ്. സത്യങ്ങൾ അറിഞ്ഞാൽ നീലാംബരി അവർ വെറുക്കും. നാട്ടിൽ പരന്ന കഥാവിനും വിശ്വസിക്കും. ഇനി സത്യം തുറന്നു പറയാമെന്ന് കരുതിയാൽ പോലും ദീർഘശ്വാസം എടുത്തുകൊണ്ട് ജാന നോക്കി പറഞ്ഞു, മോനെ ഈ അമ്മയോട് ക്ഷമിക്കണേ കുട്ടി. എനിക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ടാണ് അമ്മ അന്ന് ഓടിയത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഒരുപക്ഷെ നിലമോള് മോനോട് അത് പറഞ്ഞിട്ടുണ്ടാവില്ല. ദത്തന്റെ കഴുകൻ കണ്ണുകൾ തനിക്ക് നേരെയുള്ള വിവരം പോലും പറയാൻ അവരുടെ അഭിമാനം അവർ അനുവദിച്ചില്ല. അന്ന് ഒന്നും മിണ്ടാമോ തിരികെ പോയി എന്ന് തുളസി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എനിക്ക് വല്ലാത്ത സങ്കടമായി കുട്ടി. കട്ടിലായിരുന്ന ഭദ്രയുടെ കൈകൾ ജാൻ കവർന്നെടുക്കുമ്പോൾ അവരുടെ കൈകളുടെ വിറയിൽ അവന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അമ്മേ, അങ്ങനെ വിളിക്കാൻ ഞാൻ ആക്ച്വലി അങ്ങനെ വിളിക്കാൻ എനിക്ക് ആരുമില്ല. ഐ മീൻ ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറില്ല. എൻ്റെ മമ്മയെ ഞാൻ മമ്മ എന്നാണ് വിളിക്കാറ്. പിന്നെ നീലാംബരിയോട് എനിക്കൊരു ഇഷ്ടമുണ്ട്. അതിപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആ ഇഷ്ടം അവൾ അറിയും മുന്നേ തന്നെ അമ്മയെ അറിയിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ കരുതിയാ അന്ന് ആ ടെമ്പിളിന് ഞാൻ എത്തിയതും. പക്ഷെ അന്ന് അമ്മയെ കാണാൻ കഴിഞ്ഞില്ല. അന്നുണ്ടായ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ ഇപ്പൊ പറയോ, എനിക്ക് നീലാംബരി ഇഷ്ടമോ?
ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടം. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലി ഉള്ളവർക്കൊക്കെ അവളെ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഒരു ചിരിയോടെ ജാൻ പറയുമ്പോൾ ഭദ്രമേലെ പുഞ്ചിരിച്ചു. അറിയാം മോനെ, മോള് പറഞ്ഞല്ല, ഈ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല മോനെ. ഒത്തിരി നന്ദിയുണ്ട്. മോൻ്റെ വരവിനായിട്ട് ഈ അമ്മ കാത്തിരുന്ന ഇത്രയും കാലം. അത് കേട്ട ജാന്റെയും കിരണിന്റെയും നെറ്റി ഒളിഞ്ഞു. പറഞ്ഞു പോയതോർത്ത് ഭദ്രയിൽ ഒരു പിടപ്പുണ്ടായെങ്കിലും അവരത് മറച്ചു പിടിച്ച് വിതുമ്പിക്കൊണ്ട് തുടർന്നു. മോനറിയാലോ മുകുന്ദനെ പറ്റി. മുകുന്ദൻ നീലാംബരി ഒത്തിരി ഇഷ്ടമായിരുന്നു. നിലയുടെ കുഞ്ഞുനാളിലെ ശശിയേട്ടനും അച്ഛനും പറഞ്ഞു വെച്ചൊരു ബന്ധമായിരുന്നു അത്. മുകുന്ദൻ്റെ കാര്യത്തിൽ എൻ്റെ മോളുടെ ഇഷ്ടക്കേട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവൾക്ക് വേണ്ടി ഒന്നും ശബ്ദം ഉയർത്താൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാത്തിനോടും ഭയമാണ് മോനെ. എൻ്റെ മോളുടെ ജീവനെ ഓർത്തുള്ള ഭയം. നിലയെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യാഞ്ഞിട്ടാ ഞാൻ അവിടെ സങ്കടങ്ങളൊന്നും കണ്ടില്ല എന്നടിച്ചത്. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ആരെങ്കിലും വന്ന് എൻ്റെ കുട്ടിയോട് രക്ഷിച്ച് കൊണ്ടുപോയിരുന്നെങ്കിലെന്ന്. കാവിലെ നാഗത്തന്മാരെൻ്റെ പ്രാർത്ഥന കേട്ടു. അവസാനം വന്നു. മോൻ വന്നില്ലേ? ഇനി അമ്മയ്ക്കൊന്നും ഭയപ്പെടാനില്ല. ഭദ്രയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കണ്ണുനീർ തുടക്കുമ്പോൾ ജാന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. അതുകൊണ്ട് കിരൺ അവർക്കൊപ്പം ചേർന്നിരുന്നു. അമ്മയൊന്ന് പറഞ്ഞോട്ടെ മോനോട്. ജാന്റെ മുഖത്ത് നോക്കി ഭദ്ര ചോദിക്കുമ്പോൾ അവൻ തലയാട്ടിക്കൊണ്ട് അവരെ നോക്കി. ഒരു നിമിഷം ഭദ്രാവിന്റെ വെള്ളാരം കണ്ണുകളിൽ കുടുങ്ങിപ്പോയി. ഈ അമ്മയ്ക്ക് മോനൊരു വാക്കേറണം. വിവാഹശേഷം നിലയെവിടെന്നോ എന്നേക്കുമായിട്ട് മോൻ കൊണ്ടുപോകണം. ഈ തറവാട് അവൾ മറക്കണം. ഓർക്കാൻ അവൾക്ക് ഇവിടെ ഒന്നുമില്ല, ഭയമല്ലാതെ. എൻ്റെ മോൾക്ക് ഈ തറവാട്ടിൽ ഒന്നും തന്നെ ഇല്ല. കുഞ്ഞുനാൾ മുതൽ ഏട്ടൻ്റെ ഏടത്തിയുടെയും തല്ലും വഴക്ക് ഏറ്റുവാങ്ങി വളർന്നവളാ എൻ്റെ നീലാംബരി. പഠിക്കാൻ മിടിക്കുകയായിരുന്നേ. എന്നിട്ട് അവളുടെ ഇഷ്ടത്തിന് പഠിച്ച് എങ്ങും എത്തിപ്പെടാൻ എൻ്റെ കുട്ടിക്ക് കഴിയാണ്ട് പോയി. ഉടുക്കുന്ന വസ്ത്രം മുതൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ കൽപ്പനയെടുത്തിയുടെ ഇടപെടലുണ്ടാവും. കുട്ടിക്കാലം മുതൽ ഈ നിമിഷം വരെ ഒളിച്ച ഞാനും തുളസി എൻ്റെ മോൾക്ക് ഭക്ഷണം കൊടുക്കാറ്. എൻ്റെ മോൾ ഒരു പിടി അധികം കഴിക്കുന്ന ആരെങ്കിലും കണ്ട അവളുടെ ശരീരത്തെ പോലും അവർ അസഭ്യം പറയും. കുഞ്ഞായിരിക്കുമ്പോൾ കൽപ്പന എഴുതി കഴിക്കാൻ വാങ്ങി വെച്ച ചെറിയ കവറ് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചതിന് എൻ്റെ മോളുടെ കാലിൽ അടുപ്പിൽ എരിയുന്ന തീക്കനൽ കൊണ്ട് പൊള്ളിച്ചിട്ടുണ്ട് എടുത്തി. അതിനുശേഷം ഒരു മിഠായിക്ക് പോലും അവൾ വാശി പിടിച്ച് കരഞ്ഞിട്ടില്ല. അവൾക്കറിയാം ആരുമില്ല അവൾക്ക് വാങ്ങി കൊടുക്കാനെന്ന്. ഒരമ്മ എന്ന നിലയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പരാജയപ്പെട്ടു. എപ്പോഴൊരു മടുപ്പാണ് എനിക്ക്. നീലാംബരിയെ തല്ലുന്ന വടി ഇപ്പോഴും ഉണ്ടാവും ഉമ്മറത്തെ കഴുക്കോല്. അവൾക്ക് കിട്ടുന്ന അടിയുടെ ഒരു പങ്ക് സ്വയം ഏറ്റുവാങ്ങും ഞാനും. അറിവ് വെച്ചേ പിന്നെ അമ്മയ്ക്ക് അടിയിട്ടാണ്ടിരിക്കാൻ കരച്ചിലടക്കി പിടിച്ച് വേദനിക്കാത്ത പോലെ അഭിനയിക്കും പുന്നാര മോള്. കരച്ചിൽ പുറത്തു വന്നാൽ അപ്പ തടസ്സം പിടിക്കുന്ന അവൾക്കറിയാം. അതൊക്കെ കണ്ടു നിന്ന ഭാഗ്യദോഷിയായിട്ടുള്ളൊരു അമ്മയാ ഞാൻ. എൻ്റെ സമനില തെറ്റുമ്പോൾ ഞാൻ സ്വയം മുറിക്കുള്ളിൽ അടച്ചിരിക്കും, ആ കാഴ്ച മോള് കാണാതിരിക്കാൻ. വലിയ കുട്ടിയായപ്പോൾ അവൾ തന്നെ എല്ലാം മനസ്സിലാക്കി വായ പൊത്തിപ്പിടിച്ച് ജീവിച്ചു. അമ്മേ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഐ കാൻറ്റ്. ജാൻ കണ്ണുകൾ മുറുക്കിയടച്ച് കണ്ണുകൾക്കിടയിൽ വിരലമർത്തി കുനിഞ്ഞിരുന്നു. കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞു മനസ്സിൽ തട്ടുന്ന ഭയം അത് മരിക്കും വരെ മാറില്ല മോനെ. എൻ്റെ കുട്ടിക്ക് ഇപ്പോഴും ഇവിടെ ഉള്ളവരെ ഭയ. മോൻ അവളെ രക്ഷിച്ച് കൊണ്ടുപോകണം. ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരികെ വരരുത്. ഭദ്ര പറഞ്ഞിരുത്തുമ്പോൾ കിരൺ അവരോട് ചോദിച്ചു, അപ്പോൾ ഈ ഭദ്രാമോ ഇല്ല ഞങ്ങളുടെ കൂടെ? ഈ വലിയ തറവാടും സ്വത്തുക്കളെല്ലാം മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതോടെ അവരുടെ ശല്യം മാറിക്കിട്ടും. നിങ്ങൾ രണ്ടാമത്തെ ഈ ഇരിക്കുന്ന കോലത്തിലായാലും കൂടെ വന്നേക്കണം. ഞാനില്ല മോനെ എങ്ങോട്ടും. എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി. നീലാംബരിയുടെ അച്ഛനിറങ്ങുന്ന ഈ മണ്ണിൽ. ഏറെ നേരം സംസാരിച്ച ശേഷം ഭദ്രയുടെ മുറി വിട്ടിറങ്ങുമ്പോൾ ജാന്റെ നെഞ്ചിൽ വല്ലാത്ത ഭാരമായിരുന്നു. നീലാംബരി അവളോടുള്ള സ്നേഹം അവന്റെ നെഞ്ചിൽ നിറഞ്ഞ് കവിയുന്ന പോലെ, കവിയും തോറും വീർപ്പ് മുട്ടിക്കൊണ്ട് വീണ്ടും വീണ്ടും വന്ന് നിറയുന്ന പോലെ. ഭദ്രയുടെ മുറിയുടെ അടുത്തായി അടച്ചിട്ട മറ്റൊരു മുറി ചൂണ്ടിക്കാട്ടി ജാനോട് കിരൺ പറഞ്ഞു, ഇതാ നമ്മുടെ നിലക്കൊച്ചിന്റെ മുറി, തുറന്നു നോക്കുന്നോ? കിരൺ പറയുമ്പോൾ ചെക്കന്റെ മുഖം ചോര തൊട്ടെടുക്കാൻ പാകത്തിന് ചുമന്ന് കയറി. ഓ, അപ്പൊ ഈ വക വികാരമൊക്കെ നിനക്കുണ്ട്. നമ്മളൊന്നും പറയുന്നില്ലേ? എങ്കിലും ഡോക്ടർ നമ്പൂതിരി പറഞ്ഞൊന്നും മറക്കണ്ട. ഉത്തരത്തിലേക്ക് നോക്കി വല്ലാത്തൊരു ടോണിൽ കിരൺ പറയുമ്പോൾ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് കിരണിന്റെ വയറ്റിൽ മെല്ലിയൊന്ന് പഞ്ച് ചെയ്തു ജാൻ. കോപ്പേ പുറത്തേക്ക് ഇറങ്ങിയെന്ന് കണ്ടു കുറുമ്പോടെ അവർ നോക്കി നിൽക്കുന്ന നീലാംബരിയെ. മുഖത്ത് പരിഭവം നിറച്ച് നോക്കുന്നവളെ ഒരു നിമിഷം ജാനും ഒന്ന് നോക്കി. പതിയെ ചെന്ന് വലിച്ചെടുത്ത് വരിഞ്ഞു മുറുക്കാൻ തോന്നിപ്പോയി അവന്. ഒന്ന് ഞെക്കി പൊട്ടിക്കണം.
അല്ലെങ്കിൽ ഒറ്റപ്പിടിയിൽ പെണ്ണിന്റെ ശ്വാസം നിലയ്ക്കണം. വീണ്ടും ശ്വാസം പകത്ത് നൽകി ജീവൻ വെപ്പിക്കാൻ തോന്നിപ്പോയി അവന്. എന്റെ കൊച്ചിനെ പ്രതികരിക്കാൻ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാലേ നമ്മൾ തോറ്റുപോകും. ഭദ്രാൻ പറഞ്ഞു കേട്ടില്ലേ, കുഞ്ഞുനാള് മനസ്സിൽ തട്ടിയ ഭയം അത് മാറില്ല. അവൾ അത്യാവശ്യം പ്രതികരണ ശേഷിയൊക്കെയുള്ള കൂട്ടത്തിലാ. എനിക്കത് നല്ലപോലെ അനുഭവമുള്ളതാ. അന്ന് പെൻസട്ടി നിലത്തി വീണപ്പോ അവളുടെ പൊറോട്ടയും ബീഫ് നിലത്ത് പോയതിന് എന്നെ ചുട്ട കോഴിയെ പറപ്പിക്കും പോലെ പറപ്പിച്ചവളാ. പക്ഷേ ആ ധൈര്യം ഇവിടെ എടുക്കില്ല അവള്. അവളെ ആ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ. ഞാൻ കാലുമാറിയ നീനൊന്നും പറഞ്ഞേക്കരുതേ. രാവിലെ മുതൽ കിരണും ജാൻ്റെ ഒപ്പം കൂടി നീലാംബരിയെ നല്ലപോലെ ഒഴിവാക്കിയായിരുന്നു. ഭദ്ര പറയുന്ന കൂടി കേട്ടപ്പോൾ കിരൺ നീലാംബരിയെ പ്രതികരിക്കാൻ പഠിപ്പിക്കാൻ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു. ടീഷർട്ടിന് മുമ്പിൽ തൂക്കിയിട്ടിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ച് ജാൻ ഷൂട്ട് അണക്കുന്നിടത്തേക്ക് നടന്നു. ഭദ്രയുടെ മുറിയുടെ മറവിൽ ഒരു തൂണിന്റെ മറവറ്റിയുന്ന ആവണിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. ആ പകയുമായി അവൾ താഴേക്ക് വന്ന മറ്റുള്ളവർക്കൊപ്പം കൂടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.